നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് തോന്നുന്നില്ല അവള് വരുമെന്ന്. ഞാനിങ്ങോട്ട് പോരുമ്പോ മുറിയില് മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ടു. നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറിയില്ല ഇതുവരെ. എടി, ഒരു വീടാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു നിരിക്കും എന്ന് പറഞ്ഞ് പരസ്പരം പിണങ്ങിയിരിക്കാ വേണ്ടത്. ചെന്നവളെ വിളിച്ചോണ്ടോ. എനിക്കാരോടും പിണക്കൊന്നുമില്ല. ഞാനുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. ചെന്ന് വിളിക്കടി. ശരി. ഈ കുട്ടികളുടെ ഒരു കാര്യം. എന്ത് തുടങ്ങിയെന്ന്? നീ പിന്നെ മയക്കുമരുന്ന് വിഴുങ്ങാൻ തുടങ്ങിയോന്ന്? എന്ത് പാടുപെട്ടാ നിന്നെ ഞങ്ങള്. വേണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെന്നോ? നിന്റെ വാ തുറക്കടി. വാ തുറക്കാൻ. തുറക്കാനാ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ നീ വാ തുറക്ക്. വാ തുറക്കാൻ. ഞാൻ പിന്നെ പോയി തന്നാ മതിയല്ലേ നിനക്ക്? അമ്മേ, അമ്മ അറിയിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നീ വാ തുറക്കടി. ഞാൻ നോക്കട്ടെ. നിന്നെ ശരിയാക്കി തരാടി ഞാനിന്ന്. തുറക്കടി. പറഞ്ഞ നീ കേക്കില്ലല്ലേ? നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. നിനക്ക് അമ്മയോട് പറയണല്ലേ? നിക്കടി, നിക്കാൻ. അമ്മേ, ഷാരിജി, ശ്യാമേനെ കൊല്ലാൻ വരുന്നേ. അമ്മേ, നിക്കടി വേണ്ട. ഷാരി പോലല്ലേ ഇത്? ഷാരിജി, വാ. നിന്നെ ഞാൻ കൊല്ലോടി. അമ്മേ, ശ്യാമ നിന്നെ ഞാൻ കൊല്ലും. അമ്മേ, അയ്യോ, എടി, മോളെ, ശ്യാമേ വിട്. ശ്യാമേ, അമ്മ അങ്ങോട്ട് പോകണേ അവിടെ. ശ്യാമേ, അമ്മേ. അയ്യോ മോളെ, വേണ്ട വേണ്ട. ശ്യാമേ വിട്. ശ്യാമേ, ശ്യാമേ ഒന്നും ചെയ്യരുത്. നിക്കടി ഇവിടെ. അയ്യോ എന്താ? ശ്യാമേ എന്താ ഇവിടെ? അയ്യോ. എന്താണ് ഇവിടെ? അല്ലെങ്കിൽ നല്ല രസമുണ്ട്. ഓ ഒരു രസം. മര്യാദയ്ക്കൊന്ന് വീഡിയോ ഇടാം. ഓ ഇതെല്ലാം കവർ ചെയ്യണം. കംപ്ലീറ്റ് VIP-കളാണ്. റെഡി സത്യമേ? വീണ്ടും ഒരു ക്ലിക്ക്. രാഘവ സാർ എടുത്തോ. വണ്ടിയിലാണ് പറഞ്ഞത്. ഫോക്കസ് മാറല്ലേ. രാഘവേട്ടാ, ഗോവിനാഥ് അങ്ങോട്ടിരിക്കും.
ആ സരള എത്തി. വാ. ആ ദാസേട്ട അങ്ങോട്ട് ഇരിക്കാം. വാ വാ. ഞാൻ എത്തി കേട്ടോ. സരളെ, സുസ്മിത ഒരുങ്ങിയില്ലേ ഇതുവരെ? ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട് അവളുടെ. ഓ സത്യമേ ആ അറിയാലോ, ക്വാളിറ്റിയാണ് ഈ ക്ലീറ്റസിന്റെ പേര്. എടോ, ഒരു ഫംഗ്ഷന് വിളിച്ച സമയത്തിന് വരണം. ഇവിടെ എന്താ നടക്കുന്നതെന്ന് തനിക്കറിയാമോ? ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണെന്ന് എനിക്കറിയാമോ ഒന്ന് ഒന്ന് പറഞ്ഞു വിടറ അപ്പുകളി. സത്യാമ്മയുടെ കുഞ്ഞമ്മയുടെ കല്യാണം. ഏ? അത് അല്ല, കുഞ്ഞുമോളെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്നാണ് പറഞ്ഞല്ലേ. ഇവരെയൊക്കെ സത്യമാ ഒന്ന് സ്മൈൽ പ്ലീസ്. നിങ്ങൾക്കറിയോ, കെട്ടാൻ വേണ്ടി വിഷ്ണുവേട്ടൻ എന്റെ കഴുത്തി വെച്ച താലി ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ എന്റെ കഴുത്തി കെട്ടിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തതാ. അതൊക്കെ അറബിക്കടലിൽ എറിഞ്ഞു കളഞ്ഞിട്ട് പുതിയൊരുത്തിന് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാനോ? പറ്റില്ലെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോന്നേ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതെങ്ങനെ ചെയ്യാനാ? വിഷ്ണുവേട്ടന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ ഇവിടെ പറ്റിക്കൂടി നിൽക്കുന്നത് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ. വിഷ്ണുവേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധമുണ്ട് ഭാമാൻഡിക്ക്. അതിനേക്കാ കേമനായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനെന്ന് പറഞ്ഞ ആന്റി എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ പിന്നെ ആന്റി എന്നെ ഇവിടുന്ന് പുറത്താക്കും. ശാലിനിയെ പുറത്താക്കിയിട്ട് വിഷ്ണുവേട്ടന്റെ ഭാര്യ ആകാമെന്ന് മനക്കോട്ട കിട്ടിയിരിക്കുന്ന എന്റെ സകല പ്രതീക്ഷ അസ്തമിക്കും. എങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്നത്തെ പാർട്ടിയിൽ വെച്ച് പ്രഖ്യാപിക്കുമല്ലോ നിന്റെ ഭാവി വരനെ. നീ പറഞ്ഞത് വെച്ച് മോതിരമാറ്റവും നടക്കും. പക്ഷെ കല്യാണത്തിന് കുറച്ചു ദിവസം ബാക്കിയുണ്ടാവുമല്ലോ. അതിനിടയില് നിങ്ങൾക്ക് പരിചയപ്പെടാനും അടുത്ത് സംസാരിക്കാനൊക്കെ അവസരം കിട്ടുമല്ലോ. അതിനിടയില് നീ അവന് നിന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കണം. അതെ, നീയായിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറണ്ട. അവൻ 4 കാലും പറിച്ചു കൊടുക്കോളൂ. കല്യാണം മുടങ്ങിയെന്നുള്ള സഹതാപത്തിൽ നിനക്കിവിടെ വീണ്ടും കടിച്ചു തൂങ്ങുകയും ചെയ്യാം. അത് തന്നെയാ ശരിയായ വഴി. വരട്ടെ അവനിങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.